കരുവന്നൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതിയെ മൂർക്കനാട് നിന്നും പോലീസ് പിടികൂടി. മൂർക്കനാട് ക്ഷേത്ര ഉത്സവ ആറാട്ട് ദിവസം വെടിക്കെട്ടിനിടെ ആലുംപറമ്പിൽ വെച്ച് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ കത്തിക്കുത്തേറ്റ് 2 പേർ മരിച്ച സംഭവത്തിലെ ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി കറുപ്പപ്പറമ്പിൽ അഭിനന്ദ് എന്ന 26 വയസ്സുകാരനെയാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 13ആയി. പ്രതിയെ സംഭവസ്ഥലത്തും സംഘർഷത്തിൽ കുത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചു വെച്ച കരുവന്നൂർ പുഴയോരത്തുള്ള ചൂണ്ടക്കടവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചൂണ്ടക്കടവിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ ചുണ്ണാമ്പ് തെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ്. ഇയാൾ കോടതിയിൽ നിന്നും അപ്പീൽ ജാമ്യം എടുത്താണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏപ്രിൽ 3-നാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടയിൽ മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത്. മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണെന്ന് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞു നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്കാണ് കുത്തേറ്റത്. ഇതിൽ വെളത്തൂർ സ്വദേശി അക്ഷയ് എന്ന 21 വയസ്സുകാരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷ് എന്ന 40 വയസ്സുകാരൻ പിന്നീട് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട ഒന്നാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ, സേലം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ റൂറൽ SP ഡോക്ടർ നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെയാണ് പ്രതികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട CI മനോജ് ഗോപി, SIമാരായ ഹജാസ്, ഹബീബ്, സ്ക്വാഡ് SI ജയകൃഷ്ണൻ, സുധാകരൻ, ശ്രീധരൻ, സീനിയർ CPO ഉമേഷ്, വിപിൻ ഗോപി, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജിബാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. അറ്റാക്ക് ചെയ്യണമെന്നൊരു കാരണം